ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നത്. അതായത് മാംഗ്ലൂർ പോയപ്പോൾ ഒരു ദിവസത്തെ ലഞ്ച് പ്രിപ്പറേഷനാണ്. അത് കേരള രീതിയിലുള്ള ലഞ്ച് പ്രിപ്പറേഷനാണ്. ഞങ്ങൾ മാംഗ്ലൂരിൽ ഇങ്ങനെ മീൻ മുളകിട്ടത് പിന്നെ കപ്പ അങ്ങനെയുള്ള ഫുഡൊന്നും കഴിക്കില്ല. ഞങ്ങൾ ഫിഷ് കറി തേങ്ങ അരച്ചിട്ട് അങ്ങനെയുള്ള കറിയാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ കപ്പ ഉണ്ടാക്കാനും മീൻ മുളകിട്ടത് ഉണ്ടാക്കാനൊന്നും അവിടെ ആർക്കും അറിയില്ല. അതുപോലെ അവർക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അവിടെ കപ്പ കിട്ടണമില്ല, കിട്ടിയാലും അത് നല്ലതാവില്ല. അപ്പോൾ ഞാൻ കേരളത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ കപ്പ ചീരുള്ളി ഇതൊക്കെ മേടിച്ച് കൊണ്ടുപോയിരുന്നു. ചീരുള്ളി അവിടെ കിട്ടൂല, കിട്ടുകയാണെങ്കിലും നല്ല റേറ്റാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ എൻ്റെ കസിൻസും ലഞ്ചിന് വരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ മത്തി ഉണ്ടായിരുന്നു കറിക്ക്, പിന്നെ അയിലയും ഫ്രൈനുണ്ടായിരുന്നു. പിന്നെ സെബി ഇതൊന്നും കഴിക്കൂല, കപ്പൊന്നും കഴിക്കൂല. അപ്പോൾ ചോറ് തന്നെയാണ്. അപ്പോൾ സെബിക്കുള്ളത് മോരുകറി ഉണ്ടാക്കി. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ കൂടുതലായിട്ട് കിട്ടുന്നതാണ് കക്ക, എന്തെന്നൊക്കെ പറയുമായിരിക്കും ഇവിടെ. ഞങ്ങളവിടെ കൗല് മറുവായി എന്നൊക്കെ പറയും. അപ്പം അത് വെച്ചിട്ട് മമ്മി അതൊരു ഡ്രൈ ഫ്രൈ ആണ് അതിന് ഉണ്ടാക്കിയത്. അതും എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കപ്പ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത്, ഞങ്ങളുടെ വീട്ടിൽ അടുപ്പൊന്നുമില്ല. സെബിൻ്റെ വീട്ടിൽ അടുപ്പൊക്കെ ഉണ്ടാക്കിയ ശീലമായതുകൊണ്ട് കപ്പൊക്കെ അടുപ്പിൽ വേവിക്കുന്ന നല്ല രസമാണ് മൺകലത്തിൽ പറഞ്ഞിട്ട് ഞാൻ 3 കല്ല് വെച്ച് പുറത്തിങ്ങനെ അടുപ്പിട്ട്, ഇത് സ്ഥിരമായിട്ടുള്ള അടുപ്പൊന്നുമില്ല, ഞാൻ അപ്പോൾ വെച്ച് തട്ടി കൂട്ടിയതാണ്. അപ്പോൾ ഞാൻ മൺകലത്തിൽ വെച്ചിട്ട് കപ്പ വേവാൻ വെച്ച് നല്ല വൃത്തിയാക്കി വെട്ടിയൊക്കെ ചെയ്ത്, പിന്നെ മാങ്ങ വെച്ചിട്ട് വേണം കറി വെക്കാനെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ മാങ്ങ ഡാഡി എടുത്തരാ പറഞ്ഞ്. അപ്പോൾ മോനക്ക് വേണം മാങ്ങ എടുക്കാൻ. വീട്ടിൽ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു, നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ മാങ്ങ വെച്ചിട്ട് തന്നെ കറി വെക്കാൻ വിചാരിച്ചു ഞാൻ. മോനക്കാണെങ്കിൽ അവൻ തന്നെ എടുക്കണം, ഡാഡിനെ കയറാൻ തന്നെ വിടില്ല. അപ്പോൾ ഡാഡി അവനെ തന്നെ പിടിച്ചു പോയി എടുക്കാൻ. വീട്ടിൽ ചെറുതായിട്ടുള്ള 2 മാങ്ങ മരമുണ്ട്. അതായത് ഇവിടെ മൂച്ചി എന്ന് പറയും. അപ്പോൾ അതിൽ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ മീൻകറി ഉണ്ടാക്കാൻ തുടങ്ങി. മൺചട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, ചട്ടി ചൂടാക്കിയ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടു, ഒരു 1/2 സ്പൂണ് ഉലുവ ഇട്ട്. അതിനുശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതിട്ട്, പിന്നെ ഒരു 10-15 എണ്ണം ചീരുള്ളിയും കട്ട് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് മൂക്കുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടി, ഒരു പച്ചമുളകൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എരിവ് അവരവരുടെ ആവശ്യത്തിന് എടുക്കുക. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ. എന്നിട്ട് ഫ്ലെയിം ഒന്ന് സ്ലോ ചെയ്തുകൊണ്ട് നല്ല വഴറ്റി കൊടുക്കുക. ഫ്ലെയിം കൂട്ടരുത് ഈ സമയത്ത്. ഇനി ഫ്ലെയിം പ്രശ്നമുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് വഴറ്റിയ ശേഷം ഓൺ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും, കയ്പ്പ് രസം വരും. എന്നിട്ട് ഞാൻ മാങ്ങ കട്ട് ചെയ്തിട്ടിട്ട്, മാങ്ങ കുറച്ച് പുളിയുണ്ട്, അപ്പോൾ കുറേ മാങ്ങ ഇട്ടില്ല, കുറച്ച് മാങ്ങ ഇട്ടു, അത്രേ ഉള്ളൂ. അതായത് മാങ്ങ വെച്ച് മീൻകറി, അതായത് എസ്പെഷ്യലി മത്തിക്കറി വെക്കുന്നത് നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
പിന്നെ കുറച്ച് പുളിവെള്ളം ഒഴിച്ചു. പുളി ഉണ്ടെങ്കിലും പുളിവെള്ളം വേണം. അതായത് കുടംപുളിയൊക്കെ വെച്ചാൽ രസമാണ്. പക്ഷേ ഞങ്ങളുടെ നാട്ടിലവിടെ എനിക്ക് കിട്ടിയില്ല കുടംപുളി. പിന്നെ സെബിൻ്റെ വീട്ടിലും കുടംപുളി വെച്ചിട്ടല്ല വെക്കുന്നത്. ദുബായിലാണെങ്കിൽ പിന്നെ ഞാൻ കുടംപുളി വെക്കും. അതായത് സെബി മീൻകറിയൊന്നും കഴിക്കില്ല. കപ്പ മീൻകറി അങ്ങനെയുള്ളതൊന്നും കഴിക്കില്ല. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഉണ്ടാക്കും. എനിക്കിങ്ങനെ നാടനായിട്ടുള്ള ഇഷ്ടമുള്ള സാധനമൊന്നും സെബി കഴിക്കില്ല. പക്ഷേ ഞാൻ സെബിൻ്റെ ബ്രദേഴ്സ് ആരെങ്കിലും വന്നാൽ അങ്ങനെ ആരും വന്നാൽ ഞാൻ ദുബായിൽ ഉണ്ടാക്കും. അങ്ങനെ കാര്യമായിട്ട് ഫിഷ് സെബിക്ക് ഇഷ്ടമല്ല. ഫ്രൈ മാത്രം കഴിക്കും, അത്രേ ഉള്ളൂ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവാൻ വെക്കണം. അതായത് മാങ്ങൊക്കെ വേവണം. ആ നേരം കൊണ്ട് ഞാൻ മീനക്കുള്ള മസാല റെഡിയാക്കി. അതിലേക്ക് കുറച്ച് പുളിവെള്ളത്തിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഞങ്ങളുടെ നാട്ടിൽ മീൻ മസാല ഇങ്ങനെയല്ല, മുളക്, മല്ലി, മഞ്ഞൾ അതൊക്കെ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ നെക്സ്റ്റ് വീട്ടിൽ പോയാൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ ടൈം ഞാൻ കല്യാണത്തിന് പോയത് കൊണ്ട് ഫുൾ തിരക്കായി. അങ്ങനെ അവിടുത്തെ സ്പെഷ്യൽ കുക്കിംഗ് ഒന്നും നടന്നില്ല. ഫുള്ള് കസിൻസിൻ്റെ മാരേജ് ആയതുകൊണ്ട് തിരക്കായി പോയി. വീക്കിലി 3-4 ഫംഗ്ഷനായി. അപ്പോൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കലും കുറഞ്ഞു. പിന്നെ വീഡിയോ എടുക്കാനും അങ്ങനെയൊന്നും ടൈം കിട്ടിയില്ല. അതിൻ്റെ ഇടയ്ക്ക് 1-2 ട്രിപ്പും പോയി. അങ്ങനെയൊക്കെ തിരക്കായി. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ട് മാംഗ്ലൂർ സ്പെഷ്യൽ, എനിക്കറിയാത്ത മമ്മീൻ്റെ കുറേ സ്പെഷ്യലൊക്കെ കാണിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് കാര്യമായിട്ടൊന്നും കുക്കിംഗ് വീഡിയോ നടക്കുന്നില്ല. അപ്പോൾ അതൊന്ന് മാരിനേറ്റ് ചെയ്ത് കണ്ട് കുറച്ച് നേരം വെച്ചു. എന്നിട്ടിത് മാങ്ങ റെഡിയായി. ഞാൻ ആദ്യം ടൊമാറ്റോ ഇടേണ്ട വെച്ച്. അപ്പോൾ ഡാഡിക്ക് ടൊമാറ്റോ വേണം, നല്ല രസമാണ് ടൊമാറ്റോ ഇങ്ങനെ വേവാതെ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് പറഞ്ഞ്. അത് ഡാഡി കുറേ കാലം ഒമാനിലായിരുന്നു. അപ്പോൾ ഡാഡി പറഞ്ഞു മലയാളീസിൻ്റെ അങ്ങനത്തെ കറി രസമാണെന്ന്. അങ്ങനെ ഡാഡിക്ക് അങ്ങനെ ടേസ്റ്റ് അറിയാം. അപ്പോൾ ഞാൻ ടൊമാറ്റോ അങ്ങനെ ഒടിയൊന്നും വേണ്ട, കുറച്ച് ഇങ്ങനെ കടിക്കാൻ കിട്ടണം പറഞ്ഞ്. അപ്പോൾ അത് ടൊമാറ്റോ ഇട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് ഞാൻ വേവാൻ വെച്ച് കുറച്ച് നേരം കൂടി. പച്ചവെള്ളം ഒഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല പറഞ്ഞിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അതൊന്നിങ്ങനെ ജസ്റ്റ് തളിച്ച് വരുമ്പോൾ ഇനി മീനിടണം. മീൻ ചെറിയ ചെറിയ മത്തിയായിരുന്നു, കുറേ വലിയ മത്തിയൊന്നുമല്ല, ചെറിയ മത്തിയായിരുന്നു. ഒന്നുകൂടി ഒന്ന് വേവാൻ വെച്ചു. എനിക്കാണെങ്കിൽ തക്കാളിയൊക്കെ നല്ല ഒടിയണം, ഇങ്ങനെ ഒടിയാതിരിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ ആദ്യം തന്നെ ഇട്ടാൽ ഒടിഞ്ഞിന്ന്. മീനിൻ്റെ മുട്ടൊക്കെ ഉണ്ടായിരുന്നു, അതും കൂടി ഞാൻ ഇട്ടു. കറിയിൽ നല്ല രസമാണ്. ചട്ടി ഒന്ന് ചുറ്റിക്കാൻ നോക്കിയതാണ്, നല്ല ചൂടായതുകൊണ്ട് പിന്നെ മെല്ലെ കയ്യിലിട്ട് തന്നെ ഇളക്കി. പിന്നെ ഞങ്ങൾ അതായത് ദുബായിലൊക്കെ ആകുമ്പോൾ എൻ്റെ കൈഭാഗത്തിനാണ് എല്ലാ സാധനം. ഇവിടെ സെബിൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിലും എനിക്കങ്ങനെ സാധനം പെട്ടെന്ന് എടുത്തിട്ട് അങ്ങനെ നടക്കണില്ല. കാരണം ഞാൻ വെച്ചു കൊടുത്തല്ലോ. ഇപ്പോൾ പിന്നെ കുറേ അഡ്ജസ്റ്റായി വന്ന് സെബിൻ്റെ വീട്ടിൽ. എൻ്റെ വീട്ടിൽ പിന്നെ ഞാൻ തീരെ അങ്ങനെ പോവാത്തത് കൊണ്ട് തീരെ ഒന്നും റെഡിയാവുന്നില്ല. അങ്ങനെ മീൻകറി ഏകദേശം റെഡിയായി. എന്നിട്ട് ഞാൻ കപ്പ റെഡിയാക്കാൻ നിന്ന്. കപ്പ അങ്ങനെയാണ്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്. ഉമ്മ വേറെ ടൈപ്പാണ്. സെബിൻ്റെ ഉമ്മ അങ്ങനെ കപ്പ ഒടിച്ചിട്ടല്ല, കപ്പ ഒടിക്കാതെ ഇങ്ങനെ ജസ്റ്റ് താളിച്ച് ചെയ്യലാണ്. പക്ഷേ എൻ്റെ വീട്ടിലിങ്ങനെ ഒടിച്ചിട്ടാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ ഒടിച്ചിട്ട് ചെയ്യാൻ വെച്ചു. എങ്ങനെയായാലും സെബി കഴിക്കൂല, പിന്നെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അവർക്ക് രസം. അപ്പോൾ കുറച്ച് കടുക് പൊട്ടിച്ചാദ്യം, പിന്നെ കുറച്ച് ചുമന്ന മുളകിട്ട്, പിന്നെ കുറച്ച് ചീരുള്ളി അതായത് കുഞ്ഞുള്ളി ഇട്ട് ഒന്ന് വഴറ്റി, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട്. പിന്നെ എന്തായാലും ഫെയിലായാലും ഇതാണ് കേരള സ്റ്റൈൽ പറഞ്ഞാൽ അവർ കഴിക്കും. പിന്നെ സെബിൻ്റെ വീട്ടിൽ അതൊന്നും നടക്കില്ല. പിന്നെ ഞാൻ കുറച്ച് തേങ്ങയും ജീരക, മഞ്ഞൾപ്പൊടി, കുറച്ച് പച്ചമുളക് ഇട്ടൊന്ന് തേങ്ങ ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിരുന്നു. ജസ്റ്റ് ഒന്ന് ക്രഷ് ഒതുക്കിയെടുത്ത് പറയില്ല, അങ്ങനെ ഒതുക്കിയെടുക്കും. ഇതൊക്കെ സെബിൻ്റെ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ ഉമ്മ ഇങ്ങനെ അമ്മിയിൽ അരിക്കും. അപ്പോൾ എനിക്ക് അമ്മിയിൽ അരിക്കാൻ അറിയില്ല. എൻ്റെ വീട്ടിൽ അമ്മി ഇല്ല, അമ്മിയൊന്നും മാംഗ്ലൂരിലില്ല കേട്ടോ. അപ്പോൾ അമ്മിയിൽ അരിക്കാനും എനിക്കറിയില്ല. അതും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത്, അപ്പോൾ എണ്ണ ഇല്ലാത്ത പോലെ തോന്നി. അപ്പോൾ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് മസാല എല്ലാ ഫ്ലേവറും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ കപ്പ വേവിച്ചിട്ട്, നല്ല കപ്പായിരുന്നു കേട്ടോ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയത്. നല്ല കപ്പായിരുന്നു, നല്ല ഒടിയണ കപ്പായിരുന്നു.
അതൊന്നിങ്ങനെ ഒടിച്ച് മിക്സ് ചെയ്ത്, അതായത് ഇന്ന് ആർക്കും ചോറ് വേണ്ട, കപ്പം മീൻകറിയും മീൻ ഫ്രൈ മതി പറഞ്ഞ് കസിൻസ് എല്ലാവരും. അപ്പോൾ കസിൻസ് ഉണ്ടായിരുന്നു. കസിൻസ് എല്ലാം അങ്ങനെയാണ്, ഞാൻ പോയാൽ എൻ്റെ മാമന്മാർ, അതായത് മമ്മീൻ്റെ ബ്രദേഴ്സ് മക്കളൊക്കെ അവർക്കിങ്ങനെ ഈ ഫുഡ് ഇഷ്ടമാണ്. അപ്പോൾ അവരെന്നും ഞാൻ പോയാൽ പൊതുവെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറയും. അവർക്കിങ്ങനെ ഇഷ്ടമാണ് കപ്പ പുഴുക്കും മീൻകറിയും ഒക്കെ. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ചീരുള്ളിയും കപ്പൊന്നും അങ്ങനെ കാര്യമായിട്ട് കിട്ടാത്തത് കൊണ്ട് അവരിനി എങ്ങനെ വെച്ചാലും അത് നന്നാവില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ ട്രെയിനിൽ പോയതല്ല, കാറിൽ വന്നതാണ്. അപ്പോൾ പിന്നെ ഞാൻ എടുത്ത് വണ്ടി കയറ്റി ട്രെയിനിൽ കൊണ്ടുവരുമ്പോൾ നടക്കില്ല, ഞാനങ്ങനെ കൊണ്ടുവരില്ല. അപ്പോൾ പിന്നെ മമ്മി കപ്പ റെഡിയായി, മമ്മി എരുന്ത് റെഡിയാക്കാൻ തുടങ്ങി. ഇതാണ് എരുന്ത്, ഇത് കക്ക എന്നല്ലേ പറയുന്നത്. ഇത് ആദ്യം ക്ലീൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ 2-3 പ്രാവശ്യം കഴുകിയിട്ട് ഒരു പാത്രയിൽ എത്ര ആണ് കക്ക ഉള്ളത് അത്ര വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളി, തക്കാളി, ഉപ്പ് ഇട്ടിട്ട് മൂടിയിട്ട് വേവാൻ വെക്കുക. ഒരു 5-10 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ തന്നെ അത് ഓപ്പൺ ആവും. ഇപ്പം അത് വെച്ച ശേഷം നിങ്ങൾക്കിപ്പോൾ കാണാം, ഫുള്ള് വായു ഓപ്പൺ ചെയ്യും, ഫുള്ള് ഓപ്പൺ ആവും. എന്നിട്ട് ഇതിലേക്ക് മസാല റെഡിയാക്കണം. അതായത് ഞങ്ങൾ ചോറൊക്കെ ഇരിക്കണ അരിയില്ലേ, അതൊന്ന് ജസ്റ്റ് കഴുകിയിട്ട് വറുക്കണം. അരി ഇങ്ങനെ ഇപ്പോൾ വറുക്കും, അരി വറുത്തിട്ട് പൊടിച്ചെടുക്കണം. ആ നേരം കൊണ്ട് ഞാൻ മീൻ ഫ്രൈ ചെയ്യാണ്. ലഞ്ചിന് സമയമായി തുടങ്ങി, ഡാഡി ഓഫീസിൽ നിന്ന് വരും, കസിൻസൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ പിന്നെ വീഡിയോ എടുത്തിട്ട് കുക്ക് ചെയ്യുമ്പോൾ ടൈമും എടുക്കും. അരി പൊടിക്കുന്ന നേരം കൊണ്ട് മമ്മി കുറച്ച് തേങ്ങ ഇട്ട ആദ്യം. തേങ്ങ കുറേ വേണം കേട്ടോ ഇതിന്, ഇത്ര തേങ്ങ പോരാ. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട്. ആക്ച്വലി ഇത് അരിൻ്റെ ഒപ്പം മുളക് വറുക്കുകയാണ്, പല നേരം കിട്ടിയില്ല. അപ്പോൾ പിന്നെ മുളക് പൊടി ഇട്ടിട്ട് അരി വറുത്തിട്ടു. എന്നിട്ട് ബാക്കിയുള്ള തേങ്ങ കൂടി ഇടുക. ഇതിനൊരു മുറി തേങ്ങ വേണ്ടി വരും. ചെറിയ തേങ്ങ ആണെങ്കിൽ ഒരു തേങ്ങോളം വേണം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഗ്യാസിൻ്റെ ഫ്ലെയിം കൂടുതലാക്കി വെക്കുക. അപ്പോൾ ഞങ്ങളെ കക്ക റെഡിയാവും. അങ്ങനെ ഇതാണ് ഇന്നത്തെ ഞങ്ങളെ ലഞ്ച്. കപ്പയും മീൻ ഫ്രൈയും ചോറും മോരുകറിയും മീൻകറി, ഇതൊക്കെയാണ് ഞങ്ങളെ ലഞ്ച്. അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക.